പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈഫിൻ ടിവിയുടെയും ലെറ്റ്സ് ഗോയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഈ ഓണക്കാലത്ത് മാവേലിയെ വരവേൽക്കുന്നതിനോടൊപ്പം തന്നെ ഓട്ടോമൊബൈൽ രംഗത്തെ ഒരു പുത്തൻ അതിഥിയെ കൂടി നമ്മൾ വരവേൽക്കുകയാണ്. ഇലക്ട്രിക് വെഹിക്കിൾ രംഗത്ത് പുത്തൻ തരംഗം സൃഷ്ടിക്കാൻ എത്തിയിരിക്കുന്ന കിയ സൈറസ് EV ഇന്നിവിടെ ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉള്ളത് ആലുവയുടെ കിയ ഷോറൂമിലാണ്. ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇൻജിയോൺ കിയയുടെ ക്ഷണമനുസരിച്ച് എത്തിയ എല്ലാ കസ്റ്റമേഴ്സിനും, എല്ലാ ഓട്ടോമൊബൈൽ എൻതൂസിയാസ്റ്റിനും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും ഇൻജിയോൺ കുടുംബത്തിൻ്റെ പേരിലും അഭിവാദനം അർപ്പിക്കുന്നു. നമ്മളിങ്ങനെ ഇവിടെ നടത്താൻ പോകുന്നത് നമ്മുടെ സിറോസ് EV എന്ന വാഹനത്തിൻ്റെ ലോഞ്ചിങ് ആണ്. ഇൻജിയോൺ കിയനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2019 സ്റ്റാർട്ട് ചെയ്ത ജേർണിയാണ്. അതിപ്പോൾ 16 ഔട്ട്ലെറ്റുകളിലും ഏതാണ്ട് 10-12 സർവീസ് സ്റ്റേഷനുകളിലൊക്കെ എത്തി നിൽക്കുകയാണ്. പിന്നെ നമ്മൾ സിറോസ് EVനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വെഹിക്കിളാണ് സിറോസിൻ്റെ EV എന്നുള്ളത്. EV ഇപ്പോഴാണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ പറയുന്നത് അതിനെ ഒരിക്കലും ലേറ്റ് അല്ല, നമ്മൾ റൈറ്റ് ടൈമിലാണ് നമ്മൾ EV ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. സോ വെരി ഗുഡ് ഈവനിങ്. കിയ എന്നൊരു ബ്രാൻഡ് ഇന്ത്യയിലേക്ക് വരുന്നത് ഇതേപോലെ ഒരു ഓഗസ്റ്റ് മാസമാണ്, ഓഗസ്റ്റ് 2019. അന്ന് നമുക്ക് ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. ആൻഡ് അഗൈൻ അതേപോലെ ഒരു സർപ്രൈസ് ആണ് നമുക്ക് ഇന്ന് ഈ ഒരു ഓഗസ്റ്റിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. എല്ലാ കസ്റ്റമേഴ്സും ആഗ്രഹത്തോടെ കാത്തിരുന്നൊരു മോഡലായിരുന്നു കിയ സിറോസ് EV. ആൻഡ് അഗൈൻ ഇവിടെ നമുക്കൊരു 15 ഇയേഴ്സിലേക്ക് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് സിറോസ് ആൻഡ് അഗൈൻ ക്ലാവിസിൽ നമുക്ക് കിയ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. ഇതിലേക്ക് വരുന്ന ഒരു അഡ്വാൻസ് ടെക്നോളജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ADAS ലെവൽ 2 ആണ് നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വിത്ത് 16 ഫീച്ചേഴ്സ്. അഗെയിൻ ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ADAS ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് സിറോസ് ആണ്. ഇന്ന് നമുക്ക് കണക്റ്റഡ് കാർ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ് അല്ലേ? നമുക്ക് വരുന്ന കണക്റ്റഡ് കാർ ടെക്നോളജി കിയ കണക്റ്റ് എന്നാണ് നമ്മൾ ഇത്രയും കാലം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് അഗെയിൻ അതിൻ്റെ തന്നെ അപ്ഡേറ്റഡ് വേർഷനാണ് കിയ കണക്റ്റ് 2.0. ഇന്ന് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫോണിലൊക്കെ നമുക്ക് വരുന്ന അപ്ഡേറ്റ്സ്, മേജർ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് ഒരു വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഫോൺ യൂസ് ചെയ്തിരുന്നപ്പോഴൊക്കെ മേ ബി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിനൊക്കെ സർവീസ് സെൻറ്റേഴ്സിൽ പോകണം ആ ഒരു അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടിയിട്ട്. ആൻഡ് അഗെയിൻ നമ്മൾ ഫെമിലിയർ ആണ് ഈ ഓവർ ദി എയർ അപ്ഡേറ്റ്സ് പോലുള്ള കാര്യങ്ങൾ. ആൻഡ് സിറോസിലേക്ക് വരുന്ന സമയത്തും എനി അപ്ഡേറ്റ്സ് കിയെന്ന് പറയുന്ന അപ്ഡേറ്റ്സ് ഒക്കെ നമ്മളുടെ വീട്ടിലുള്ള കൺവീനിയൻസിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. ആൻഡ് ചില അപ്ഡേറ്റ്സ് ഉണ്ട്, മേ ബി സർവീസ് സെൻറ്ററിൽ നിന്ന് റിസീവ് ചെയ്യുന്ന അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും. അതും ബേസ്ഡ് ഓൺ ദെയർ ഇൻസ്ട്രക്ഷൻ നമുക്ക് പോസിബിൾ ആണ് ECM റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും ചെയ്യാനായിട്ട്. അത്രയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റോട് കൂടിയിട്ടാണ് നമ്മുടെ സിറോസ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന കിയയുടെ മോഡൽ ഇന്ന് ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ എക്സ്പേർട്ടിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഹലോ, ഹായ്, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? എൻ്റെ പേര് അസ്ലം, ഞാൻ ഇൻജിയോൺ കിയയുടെ സീനിയർ സെയിൽസ് ഓഫീസറാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഒരു ഡൗട്ട് തന്നെ ചോദിക്കാം. ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞത് സൈറസ് എന്നാണ്. സൈറസ് എന്നാണോ സിറോസ് എന്നാണോ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ? എക്സാക്ട്ലി സിറോസ് എന്നാണ് നമ്മൾ അതിനെ പ്രൊണൗൺസ് ചെയ്യുന്നത്. അതെ, നമുക്ക് പലപ്പോഴും വൈ വരുമ്പോൾ സൈറസ് എന്ന് തോന്നിയേക്കാം, ബേസിക്കലി അത് സിറോസ് ആണ്. ഇപ്പം
പഴയ മോഡലിൽ നിന്ന് പുതിയ മോഡലിലേക്ക് വരുമ്പോൾ ഈ എക്സ്റ്റീരിയറിന്റെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ്? മെയിൻ ഹൈലൈറ്റ് നമുക്കൊരു മസ്കുലാർ ലുക്ക് ഇൻക്രീസ് ആയി. കാര്യം അതിനൊരു സ്കിഡ് പ്ലേറ്റ്സ് വന്നു, ഫോഗ്ലാം യൂണിറ്റ്സ് വന്നു. കാഴ്ചക്ക് തന്നെ വന്ന മസ്കുലാർ ലുക്ക് വ്യത്യസ്തമായിട്ട് പുതിയ സിറോസിന് വന്നിട്ടുണ്ട്. നമ്മുടെ സിറോസിന്റെ വീൽ ബേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2550 mm ആണ് അതിന്റെ വീൽ ബേസ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പോൾ പുതിയ സിറോസിന് വ്യത്യസ്തമായിട്ട് വന്നിരിക്കുന്നത് 7 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വ്യത്യാസമായത്. ഡോർ ഫ്ലഷ് ഹാൻഡിൽസ്, അതായത് സെൽട്ടോസിൽ വന്നിരിക്കുന്ന അതേ ഫെസിലിറ്റി തന്നെയാണ് ഇപ്പോൾ പുതിയ സിറോസിൽ വന്നിരിക്കുന്നത്. അതൊരു വലിയൊരു മാറ്റമാണ് പഴയ സിറോസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് 4 ഡോറിലും വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എക്സ്റ്റീരിയർ ആണ്. അതെ. ഇത് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സിലാണ് ഇപ്പൊ മെയിൻ മാറ്റം നമുക്കിപ്പോൾ അതിൻ്റെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം പ്ലസ് AC കൺട്രോള്, ഇൻഫോടൈൻമെന്റ് ഇതെല്ലാം നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അതായത് 12.3 ഇഞ്ച് ഇൻഫോടൈൻമെന്റ് സിസ്റ്റം, 5 ഇഞ്ചിന്റെ ഓട്ടോ AC കൺട്രോൾ, അത് നമുക്ക് ബേസ് മോഡലും അവൈലബിൾ ആണ്. 12.3 ഇഞ്ച് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, അങ്ങനെ 3 രീതിയിൽ ട്രിനിറ്റി പനോറമിക് ഡിസ്പ്ലേ. 12.3 ഇഞ്ച്, 5 ഇഞ്ച്, 12.3 ഇഞ്ച്, 13 ഇഞ്ചാണ് ടോട്ടൽ ഡിസ്പ്ലേ നമുക്ക് വരുന്നത്. പിന്നെ സെൻട്രൽ കൺസോൾ ഫ്ലോട്ടിംഗ് ടൈപ്പിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് വളരെ എന്താ പറയുക പ്രീമിയം റിച്ച്നെസ് നൽകുന്ന ഒരു കാഴ്ചക്ക് വളരെ പ്രീമിയം റിച്ച്നെസ് നടക്കുന്ന ഒരു ഫീച്ചറാണ് അത് ഫ്ലോട്ടിംഗ് കൺസോൾ. അത് പഴയ സിറോസിൽ ഉണ്ടായിരുന്നില്ല, പുതിയതിൽ അത് നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിൻ മാറ്റങ്ങൾ, മെയിനായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ. തീർച്ചയായിട്ടും. മുമ്പ് ഇറങ്ങിയ മോഡലിലൊക്കെ നമ്മൾ ഫ്രണ്ടിൽ മാത്രമാണ് വലിയ സീറ്റ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ എങ്ങനെയാണ്? അത് ഫ്രണ്ടിൽ മാത്രമാണോ അതോ ബാക്കിലേക്ക് വരുമ്പോൾ? സെയിം നമുക്ക് ഫ്രണ്ടിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ കംഫർട്ട് കുറച്ചുകൂടെ എൻഹാൻസ് ആവുന്നുണ്ട്. റിയറിലും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഡ്രൈവ് കംഫർട്ട് കിട്ടും. ഒട്ടും സെറ്റ് ആവില്ല. നമ്മൾ ലോങ് ഡ്രൈവ്സ് ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാം. അതുകൊണ്ട് ഫ്രണ്ടിൽ 2 സീറ്റും റിയറിൽ 2 സീറ്റിലും വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും. പ്ലസ് നമ്മുടെ ഡ്രൈവർ സീറ്റ് ഇലക്ട്രോണിക്കലി പവേർഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സിറോസിൽ വരുന്നുണ്ട്. പിന്നെ പാനോറമിക് സൺറൂഫ് നമുക്ക് എടുത്തുകൊണ്ട കാര്യം, പാനോറമിക് റൂഫ് ഇപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പിള്ളേരൊക്കെ ഉള്ള വീടുകളിൽ. പാനോറമിക് റൂഫ് നമുക്ക് 3rd വേരിയന്റ് ഓൺവേർഡ്സ് ഇപ്പോൾ ടോപ്പ് എൻഡ് വരെ നമുക്ക് പാനോറമിക് റൂഫ്സ് വരുന്നുണ്ട് ഇന്റീരിയറിൽ. അപ്പോൾ നമുക്ക് ഈ മോഡലിലേക്ക് വരുമ്പോൾ ലെഗ് സ്പേസ് എങ്ങനെയായിരിക്കും? ലെഗ് സ്പേസ് മെയിൻലി ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മിക്ക കാറുകളിലും നമുക്ക് സെക്കൻഡ് റോ അഡ്ജസ്റ്റ്മെന്റ് ഓപ്ഷൻ വരുന്നില്ല. സിറോസിലെ മെയിൻ ഹൈലൈറ്റ് ആണ് ഇന്റീരിയറിൽ വരുമ്പോൾ നമുക്ക് റിയർ സീറ്റ് റിക്ലൈനും സ്ലൈഡിങ്ങും ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ആംപിൾ റെഗ്ലും അപ്പോൾ അവിടെ തന്നെ കിട്ടും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഹൈറ്റുള്ള ആൾക്കും വളരെ കൺവീനിയൻ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. അപ്പോൾ നമ്മൾ ഈ സീറ്റ് സ്ലൈഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഈ ബൂട്ട് സ്പേസിന് മാറ്റം വരുന്നത് എങ്ങനെയായിരിക്കും? ഓക്കെ, നമുക്ക് അതിൻ്റെ അകത്ത് 325 ലിറ്ററാണ് അതിൻ്റെ ബൂട്ട് സ്പേസ് നമ്മൾ മാക്സിമം റിക്ലൈനിൽ ഇടുമ്പോൾ കിട്ടുന്നത്. അത് നമ്മളൊരു നോർമൽ സിറ്റിംഗ് പൊസിഷനിലേക്ക് കിട്ടുന്നത് 385 എബോയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ബാറ്ററിയുടെ കാര്യമായിരിക്കും പറയാൻ വരുന്നത്. അതെ, ബാറ്ററിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 15 ഇയേഴ്സ് ലൈഫ് ടൈം വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 ബാറ്ററി പാക്കിലാണ് ഇപ്പോൾ സിറോസ് EV വരുന്നത്. 51 kW ബാറ്ററി നമുക്ക് ഓൾമോസ്റ്റ് 526 പ്ലസ് റേഞ്ച് പറയുന്നുണ്ട്. 42 kW വരുന്ന ബാറ്ററിക്ക് നമുക്ക് 443 ആണ് കമ്പനി പറയുന്ന IDC റേഞ്ച്. ഇപ്പോൾ നമ്മുടെ ചാർജിങ് ടൈം അത് എത്ര എടുക്കും? ഓക്കെ, നമുക്ക് ചാർജിങ് 3 രീതിയിലാണ് ഈ EV കാറുകൾക്ക് ചാർജിങ് വരുന്നത്. അതായത് AC ചാർജിങ് 2 ടൈപ്പും DC ചാർജിങ് 1 ടൈപ്പും. AC ചാർജിങ് രണ്ടും നമുക്ക് വീടുകളിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. DC നമുക്ക് നമ്മുടെ റോഡ് സൈഡിലുള്ള ചാർജിങ് പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസിലാണ് അവൈലബിൾ ആയിട്ട് വരിക. അപ്പോൾ ഇതിലുള്ള വ്യത്യാസം ഈ 3 kW ആണ് കമ്പനി കൊടുക്കുന്ന കോംപ്ലിമെൻ്ററി ചാർജർ. ഇത് നമുക്കൊരു 14 ഹവേഴ്സിൻ്റെ ടൈം എടുക്കാം, അതായത് 10 to 80% ആവാനായിട്ട്. അതേപോലെ തന്നെ നമുക്കൊരു 11 kW ചാർജർ നമുക്കൊന്ന് പർച്ചേസ് ചെയ്യാം. അതൊരു ഫാസ്റ്റ് ചാർജറാണ്. AC ചാർജറിൽ വർക്കാവുന്ന ഒരു ഫാസ്റ്റ് ചാർജറാണ്. അത് ഓൾമോസ്റ്റ് നമുക്കൊരു 4 ഹവേഴ്സ് കൊണ്ട് 10 to 80 ചാർജ് ആക്കാൻ പറ്റും. മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റി 100 kW വരെയുള്ള ഔട്ട്പുട്ട് നമുക്ക് വാഹനത്തിന് കിട്ടും. 100 kW മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 10 to 80 39 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആയി കിട്ടും. ഫുൾ ചാർജ് ആയി കിട്ടും. ഓക്കെ. നമ്മൾ ഈ ബോണറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ സൈഡിലായിട്ട് സ്പേസ് കാണുന്നുണ്ട്. അത് എന്തിനായിരിക്കും? ബേസിക്കലി അതൊരു ട്രങ്ക് സ്പേസ് ആണ്. നമുക്കൊരു 16 ലിറ്ററിൻ്റെ ട്രങ്ക് സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് നമുക്ക് അതിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ കീപ്പ് ചെയ്യാം. വളരെ സേഫായിട്ട് കീപ്പ് ചെയ്യാം. സിറോസ് EV ഇപ്പം നിലവിൽ എത്ര മോഡലുണ്ട്? നിലവിൽ നമുക്കിപ്പോൾ 7 വേരിയൻസിലാണ് സിറോസ് EV വരുന്നത്. അതായത് 3 വേരിയൻറ്റ് 42 kW-നും 4 വേരിയൻറ്റ് 51.4 kW-നും ആണ് വരുന്നത്. ടോട്ടൽ 7 വേരിയൻസ് ആണ് നിലവിൽ സിറോസ് EV ഉള്ളത്. ഇനി പ്രേക്ഷകർ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് ഇതിന്റെ റേറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം ഇതിന്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയാം. പ്രൈസ് ശരിക്കും നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസാണ് നിലവിൽ കിയ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കൊരു സ്റ്റാർട്ടിംഗ് മോഡൽ, അതായത് 42 kW സ്റ്റാർട്ടിംഗ് മോഡൽ ഓൾമോസ്റ്റ് ഒരു 15,80,000, അത് 15-18 ഓൺ റോഡ് പ്രൈസ് നമുക്ക് കിട്ടും. ഓൺ റോഡ് പ്രൈസ് ടോപ്പ് എൻഡ് വേരിയൻറ്റ് 22,23,000, 22,23,000 രൂപ, 24,000 രൂപ റേഞ്ചിൽ ഓൺ റോഡ് കിട്ടും. ഓൺ റോഡ് പ്രൈസ് ആണത്. ഇതിൻ്റെ മിഡിൽ നമുക്ക് വേറെ ഒത്തിരി നമുക്ക് നമ്മുടെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള നമുക്ക് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒത്തിരി വേരിയൻസ് ഇതിൻ്റെ മിഡിൽ വരുന്നുണ്ട്.
ഓണത്തിന് പൂക്കളവും സദ്യയും മാത്രമല്ല ഒരു സ്റ്റൈലിഷ് കാർ കൂടി വേണം എന്നുള്ളവർക്ക് കണ്ണും കൂടി സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് കിയയുടെ സെയറസ് ഇ വി. മാസ് ലുക്കും കിടിലൻ റേഞ്ചും പ്രീമിയം ഫീച്ചേഴ്സും ഉള്ള കിയ സെയറസ് ഇ വിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആലുവ ദേശത്തുള്ള കിയയുടെ ഷോറൂമിൽ ഡയറക്റ്റ് വന്നാൽ മതി. നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുക്കാൻ പറ്റും. പുതിയ ഒരു വണ്ടിയുടെ വിശേഷവുമായി ലെറ്റ്സ് ഗോയുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി ലെറ്റ്സ് ഗോ പ്രേക്ഷകർക്ക് ലെറ്റ്സ് ഗോ ടീമിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.